ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം പറയാൻ വന്നിട്ടാ പറഞ്ഞാട്ട് കഴിഞ്ഞ ഇതാണ് എന്റെ വെറൈറ്റി വെറൈറ്റി. നൈസായിട്ട് മാറിപ്പോയി. അപ്പൊ ഗൈസ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി അപ്പൊ നമുക്ക് നീണ്ടൊരു ഇടവേളയാണ് മുന്നിൽ വന്നേക്കണത്. പിന്നെ എല്ലാ ദിവസവും ചെന്ന നല്ല വീഡിയോസ് ഉണ്ടാവും. കുക്കിംഗ് പരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനി ഉണ്ടാവട്ടെ. നല്ല 2 വെക്കേഷൻ കിട്ടിയാണ് നമുക്ക് അല്ലേ. ക്രിസ്മസിന് മുമ്പ് 10 ദിവസം വെക്കേഷൻ. ഇലക്ഷന്റെ എല്ലാ കാര്യങ്ങളും മഹാരാഷ്ട്രയിലാണ്. പെട്ടി വന്നതും പെട്ടി കൊണ്ടുപോകുന്നതൊക്കെ മഹാരാഷ്ട്രയിൽ നിന്നാണ്. പിന്നെ ഇവിടെ എല്ലാ കുറെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഒക്കെ എല്ലായിടത്തും പൊട്ടിച്ചു. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട്. അതെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും എല്ലാ പ്രാവശ്യത്തേക്കാളും വെറൈറ്റി ആയിട്ട് കുറെ സ്കൂളുകാർക്ക് അവധിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിരിക്കണ്ടേ അല്ലേ. എല്ലാം പഞ്ചായത്ത് ഇലക്ഷൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഇത്തവണ ഇത്രയോ എന്തോ നല്ല പ്രത്യേകത ഉണ്ട്. ഹെവി ഇലക്ഷൻ അപ്പൊ എല്ലാവരും മഹാരാഷ്ട്രയിൽ ഇതുവരെ ഇല്ലാത്തൊരു സജ്ജീകരണങ്ങളൊക്കെയാണ് അവിടെ ചെയ്തോണ്ട്. അതെ, ഇലക്ഷൻ പ്രൊമോഷൻ നല്ല അപ്പൊ നിങ്ങക്ക് തോന്നണ വോട്ടൊക്കെ ചെയ്യാം. അതെ അതെ, നിങ്ങക്ക് തോന്നണ വഴിക്ക് എന്താ വെച്ചാൽ കാണിക്കാം. അതെ, പിന്നെ ഈ കൈകുട്ടി കളിയും കാര്യങ്ങളൊക്കെ പിന്നെ റീസ്റ്റാർട്ട് ആവുമ്പോഴേ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പിന്നെയും അത് സ്റ്റാർട്ട് ആവുമ്പോഴേ അല്ലേ. പിന്നെ ഞങ്ങള് വീണ്ടും കലാസമിതി ബാക്ക് ടു പവറിലേക്ക് വരാൻ പോയത്. സ്റ്റോപ്പ് ചെയ്തേക്കണായിരുന്നു. കളികൾ കുറവായിരുന്നു. കളി ഇപ്പൊ എല്ലാവർക്കും. അതെ, പിന്നെ മണ്ഡല മാസവുമാണ്. പിന്നെ എക്സാമും ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ അതിന്റേതായ കുറച്ച് ഗ്യാപ്പ് വന്നേക്കണായിരുന്നു. പിന്നെയും ഈ ഡിസംബർ അവസാനത്തോടുകൂടി പിന്നെയും ബാക്ക് ടു പവറിലേക്ക് വരണം അല്ലേ. 24-ാം തീയതിയോടുകൂടി ഞങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കണേ. 23-ാം തീയതി സ്കൂള് പരീക്ഷ കഴിയും. 24-ാം തീയതി വെക്കേഷൻ തുടങ്ങി 10 ദിവസത്തെ വെക്കേഷൻ. അതെ, 24-ാം നമുക്ക് കളിയുണ്ട്. എവിടെയാണെന്ന് അറിയോ? തിരുവനന്തപുരത്ത് കളിയുണ്ട് നമുക്ക്. തിരുവനന്തപുരത്ത് എവിടെയാണ്? തിരുവനന്തപുരത്ത് മറ്റേ കഴക്കൂട്ടത്ത് വരെ ചെല്ലാനാണ്. അതെ, കഴക്കൂട്ടത്ത് എത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളെ പിക്ക് ചെയ്യുന്നത്. അതെ, അപ്പൊ ആ സൈഡിലുള്ള തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത സ്ഥലമൊക്കെ പറയുന്നതാണ്. അവിടെ നമുക്ക് കളി കാണാൻ വരേണ്ടതാണ്. അന്നൊക്കെ അവിടെ വെച്ച് മീറ്റ് பண்ணலாம். തിരുവനന്തപുരത്ത് 24-ാം തീയതി ഡിസംബർ 24-ാം തീയതി രാത്രിയാവും. എന്തായാലും ഒരു 9-10 മണിയാണ് ഞങ്ങൾ. അതായത് ക്രിസ്മസിന്റെ തലേ ദിവസം രാത്രിയാണ്. ഞങ്ങൾ എന്തായാലും ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുള്ളൂ. അവിടെ 5 മണിക്കാണ് കളി തുടങ്ങണത്. ഞങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. അമ്മ സുധി ഉണ്ടാവില്ല. എന്താണ് സുധി ഇല്ലാത്തത്? ഞാൻ ഉണ്ടാവില്ല, അറിയാലോ. ലോങ് അല്ലേ. അതെ, റെസ്റ്റ് ആയിരിക്കും. ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഉണ്ടാവില്ല. അതെ, അപ്പൊ ആ ഭാഗത്തൊക്കെ നമ്മുടെ ആരെങ്കിലും വീഡിയോ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടേക്ക് വരാം. അങ്ങോട്ടേക്ക് നമുക്ക് 24 ദിവസം ഉണ്ട്. ക്രിസ്മസ് അപ്പൊ അവിടെ ആഘോഷിക്കാം രാത്രി. അതാണ് ബുദ്ധിമുട്ട് വീഡിയോയില് പറയാം. അതെ, അപ്പൊ ഞങ്ങൾ ഇന്ന് നാളെ പിന്നെ പ്രാക്ടീസ് തുടങ്ങുകയാണ്. കുറച്ച് ദിവസത്തെ ശേഷം നമ്മളുടെ ഈ ഏരിയയിൽ ആർക്കും കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിലേക്ക് പോരും അല്ലേ. പോസ്റ്റ് ഇട്ട് 2 പേരെ ആവശ്യമുണ്ട്. അപ്പൊ കിട്ടിയായിരുന്നു. 2 പേര് വന്നിട്ടുണ്ട്. ഇനിയും നമ്മുടെ ടീമിലേക്ക് ഒരു 2-3 പേരെയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഷോ കളിക്കും കാര്യങ്ങൾക്കൊക്കെ. അതായത് നിങ്ങൾ വരുന്നവര് നമ്മളുടെ ഈ അടുത്ത ലോക്കൽ ഏരിയ തന്നെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത്ര നല്ല കാര്യം. അതെ, അത് അത്ര അത്യാവശ്യമാണ്. 2 പേരെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെടാം. താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ അടങ്ങി കൂടിയിരിക്കുന്ന ദിവസം കൊണ്ട് ഇനി കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ. ഇനിയിപ്പോ പുതിയ ആരെങ്കിലും വരണേണ് ഞങ്ങൾ വെക്കേഷൻ അവരെ സെറ്റാക്കി എടുക്കും. അവരെ സെറ്റാക്കാതെ പഴയവര് തന്നെയായിട്ടാണ് ഇപ്പൊ 24-ാം തീയതി ഞങ്ങൾ പോകാൻ പോണത്. അതെ, അപ്പൊ നമ്മള് കളിയുടെയും ഇതിന്റെ വെക്കേഷന്റെ വിശേഷങ്ങളായിട്ട് ഇത്ര നേരം പറഞ്ഞത്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സുധീര എടുത്ത് ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴുത്തിൽ എന്താണ് കറുത്തിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ അല്ല, കുറച്ച് വീഡിയോസിലായിട്ട് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞ ചിന്തു അതെന്താവൂല. ഇങ്ങനെ എനിക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. കണ്ണനെ വിശേഷമായിരിക്കുമ്പോഴൊക്കെ എനിക്കൊക്കെ ഇതേപോലെ കറുത്ത് നന്നായിട്ടിരിക്കണിരുന്നു. അത് കഴിയുമ്പോൾ മാറും. അതെല്ലാവർക്കും ഒരുമിച്ച് ആൾക്കാർക്ക് അറിയാം. പിന്നെ അറിയാൻ പാടില്ലാണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. ചിലപ്പോ ഇതറിഞ്ഞിട്ടില്ലായിരിക്കും. ചിലപ്പോ അങ്ങനെ ആരെങ്കിലും ആണോന്നാവും എന്താ കറുത്തിരിക്കണേന്ന് ചോദിച്ചത്. ചിലപ്പോ അതിലപ്പോ അതിന്റെ താഴെ ചേച്ചിട്ട് മറുപടി കൊടുത്തിട്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ട് നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കണ്ട. അത് തമാശ കുറവായിരിക്കും. അറിയാൻ പറ്റില്ല ചിലവർക്ക് അങ്ങനെ ഇങ്ങനെ പ്രസവിച്ച് പിള്ളേരുള്ളവരാണെങ്കിൽ പോലും അറിയാൻ പറ്റില്ല. ചിലവര് സാധാരണ ഇരിക്കണ പോലെ തന്നെ പ്രസവം വരെ ഇരിക്കും. ചിലവർക്ക് ഇങ്ങനെ എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് നല്ല വ്യത്യാസം. തപ്പനെ ഗർഭിണിയായിരിക്കുമ്പോ അങ്ങനെ ഉണ്ടായിട്ടില്ല. കണ്ണനായിരിക്കുമ്പോ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്താ പറയാ. അപ്പൊ എല്ലാവരും കുറെ പേര് പറഞ്ഞ ഇപ്പൊ കഴുത്തിന് ഉറപ്പിച്ചു പെങ്കൊച്ചാണ്. ചിലവര് നിങ്ങൾ ഉറപ്പിച്ചോ ആങ്കൊച്ചാണ്. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. എന്തായാലും ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ ഉണ്ടാവണം. അത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ആണായാലും പെണ്ണായാലും നമുക്കൊരു നാണയത്തിന്റെ ഇരുവശം പോലെ തന്നെയാണ്. അതെ,
അതിനൊരു വ്യത്യാസമില്ല. നിങ്ങൾ കമന്റ് അടിക്കാൻ നമ്മൾ ആലോചിക്കും ആക്ച്വലി ഇങ്ങനെ പറയാല്ല ആ കൊച്ചാണ്. അപ്പൊ അടുത്ത കമന്റ് നോക്കുമ്പോൾ ഉറപ്പിച്ച പെൺകൊച്ചാണ്, അടുത്ത കമന്റ് നോക്കും പിന്നെ ആ കൊച്ചാണ്. ഞങ്ങൾ ഇന്ന് കാലത്ത് ഇവിടെ വിശേഷമൊക്കെ പറയണായിരുന്നു. കണ്ണനെ പ്രസവിച്ചത് അവര് ഒരു ഒക്ടോബർ 10 രാത്രി 8:40 കണ്ണനെ പ്രസവിച്ചത്. അപ്പൊ ഞങ്ങളുടെ വീട്ടില് അതിനു മുമ്പ് ചിറ്റക്ക് 2 പെൺപിള്ളേര്, എനിക്ക് പെൺകൊച്ച്. എല്ലാരും അമ്മാവന് മാമന്, എനിക്ക് ആങ്ങളമാരൊന്നുമില്ല, അമ്മാവന് പെൺപിള്ളേര്. അപ്പൊ പെൺപിള്ളേര് തന്നെയാണ് വീട്ടില്. അപ്പോൾ കണ്ണനെ ഞങ്ങൾ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കും, പറൂർ ആസ്പത്രിയിലാണ് അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ ദിവസവും ചിറ്റയുടെ ഭർത്താവ് കൊണ്ട് വൈകുന്നേരം ചോറ് കൊണ്ടുവരും. അപ്പൊ ആ കഥയൊക്കെ ഞങ്ങൾ കാലത്ത് പറഞ്ഞിരിക്കണായിരുന്നു. അപ്പൊ 8 മണിയൊക്കെ ആയപ്പോ അവര് എന്നും ചോറ് കൊണ്ടുവരും. അപ്പൊ എനിക്കിങ്ങനെ പെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് നിന്നൊന്നുമില്ല, ഇവര് പറഞ്ഞു ഇവര് നിൽക്കില്ല എന്നൊക്കെ അവര് അങ്ങനെ ഒരു ഇതാണല്ലോ. ഞങ്ങൾ നിൽക്കണമെന്നില്ല, ഇത് അത് തന്നെ ഇരിക്കും. ഇങ്ങനെ കാണിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കണ്ട്, അത് തന്നെ അടി അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോഴല്ലേ 8:40 ഞാൻ ജനിച്ചു ഗൈസ് അവിടെയാണ്, അവനൊറ്റക്കാണ് വന്നത്. അവരൊരു 8:30 ആയപ്പോഴേക്കും ഇതിങ്ങനെ ഇങ്ങനെയാണ് ഇതിന്റെ പോയി. അപ്പോഴേക്ക് വന്നടാ പിന്നെ അല്ല കൊച്ചായിരുന്നു. 3,600 പുലിക്കുട്ടിയായിട്ട് അവിടെ തുടങ്ങിയതാണ്. എന്താ പറയല്ലേ, പറയാനുള്ളതൊന്നുമില്ല. നീ സൂപ്പറാണ്. അതെ അതെ അതെ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പണ്ട് ഇടിയിടുമായിരുന്നു, ഇപ്പൊ ഇടിയുമില്ല. അതെ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പത്തിന് ഇടി ഉണ്ടാവും, ഇടി ഉണ്ടായാലും അത്രേ ഉള്ളൂ, ഇടിയുടെ അപ്പത്തിന് കഴിക്കും നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ അടുത്ത ദിവസം തക്കുവൊക്കെ വന്നിട്ടുണ്ട്. തക്കുവൊക്കെ വെക്കേഷന്റെ പരമായിട്ട് ഇലക്ഷന്റെ പരമായിട്ട് തക്കുവ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. എന്ത് വേണമെങ്കിലും നമ്മുടെ മുത്താണ്. അതെ മുത്ത് മണ്ണി. അപ്പൊ എന്തായാലും നമ്മൾ സന്തോഷം. നിങ്ങളെ അങ്ങനെ പറയുമ്പോഴും നമുക്ക് സന്തോഷമുള്ളൂ. ഇനിയും പറയാ, കണ്ടിട്ട് രസമാണല്ലോ. പറഞ്ഞതുകൊണ്ട് ഇന്നിങ്ങനെ പറയാറായി. അന്നൊക്കെ അങ്ങനെ പറഞ്ഞോണ്ട് ഒരു തമാശയായിട്ട് എടുക്കാറായി. അതെല്ലാം ഒരനങ്ങാതെ നിന്ന് ആ പ്രസവം കഴിഞ്ഞ് പോണെങ്കിൽ ഇന്ന് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങളൊക്കെ നല്ലതാണ്. പണ്ടൊക്കെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ പറ്റും. കൊച്ചു കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ ശ്രുതിര ഡേറ്റ് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ശ്രുതി ജനിച്ചത്. അല്ല ശ്രുതി ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ വരും, പിന്നെ പറഞ്ഞു പോണത് പിന്നെ ബാക്ക് ടു പഴയതിലേക്കായിരിക്കും പോണത്. അപ്പൊ അതൊക്കെ അല്ല ഞങ്ങൾ പറഞ്ഞ കഥകളൊക്കെ ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇരിക്കേണ്ടിട്ട് കാലുവരും കേട്ടിട്ടാ ഇരിക്കാറല്ലോ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാല് കിടക്കാറല്ലേ മുടിയൊക്കെ അരച്ചാ ഓക്കെ. എന്റെ താടിയൊക്കെ വരച്ചത് മൊത്തം വരച്ചിരിക്കണം. അതുകൊണ്ട് പ്രായമൊക്കെ ആയില്ലാണ്, അച്ഛനൊക്കെ ആയി. എന്താ പറയാ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. ഇപ്പൊ അടുത്ത ദിവസം പോലെ ഫുഡിന്റെ വിശേഷങ്ങളൊക്കെ, ഫുഡ് നല്ല കുഞ്ഞു കുഞ്ഞു ഫുഡുകളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾ ഫുഡ് വെക്ക്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു യാത്രയൊക്കെ ചെയ്യണമെങ്കിൽ അതും പറയാ അല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാം. അതെ, അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ ഒക്കെ നമുക്ക് കാണിച്ചു തരാം. അതെ, അപ്പൊ സംഭവം അങ്ങനെയൊക്കെയാണ്. രാത്രിയാ പോകും, രാത്രി. അതെ, അപ്പൊ ഇന്നത്തെ ഈ കൊച്ചുടി ഓടിച്ച് നിർത്തിയാണ്. എന്തെങ്കിലും വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്യണ്ടെങ്കിൽ സജഷൻ ചെയ്യുക, സജഷൻ കമന്റ് അടിക്കുക. നമ്മളത് ചെയ്യുന്നതാണ്. ഇനിയുള്ള ദിവസങ്ങൾ കുറേ ദിവസങ്ങൾ ഫ്രീ ദിവസങ്ങളാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാൻ നോക്കാം. അതെ, അത് ഇനി 23-ാം തീയതി അടുത്ത പിന്നെയും 4-ാം തീയതി അങ്ങനെ 2 അടവാണ് കോളേജ് ഇത്തവണ. അതെ, പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ വരുന്ന 9-ാം തീയതി ഒരു ചെക്കപ്പ് ഉണ്ട് അല്ലേ. 9-ാം തീയതി സ്കാനിങ്ങിന്റെ അന്നത്തെ സ്കാനിങ്ങിന്റെ അതന്നെ അതിന് ബാക്കിയുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് പേർക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ അന്ന് വരും, അന്ന് വിചാരിക്കുന്നു. അപ്പൊ ദൈവം സഹായിച്ചാൽ നടക്കട്ടെ. അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കഴിഞ്ഞില്ല. അപ്പൊ ബൈ.